ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 7 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. ഒരുവനെ ദൈവം വിളിച്ച് വേർതിരിച്ചാൽ അവൻ്റെ മേൽ ദൈവം ചില അഭിഷേകം നൽകാറുണ്ട്. ഈ അഭിഷേകം ഈ ലോകത്തിലുള്ള സകലർക്കും നന്മ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും പാഴാവുകയില്ല. തിരഞ്ഞെടുക്കുന്ന വ്യക്തി അശ്രദ്ധ മൂലവും താല്പര്യക്കുറവ് നിമിത്തവും പുറകോട്ട് മാറിയാലും ദൈവം അവനെ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോൾ തിരിച്ചു വന്ന് താൻ ഏൽപ്പിച്ച ശുശ്രൂഷകൾ സ്നേഹത്തോടും കാരുണ്യത്തോടും വിശ്വസ്തയോടെയും കൂടെ ചെയ്യുന്നത് കാണുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുക. എല്ലാവരാലും വെറുക്കപ്പെട്ടവനും പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷ ഇറങ്ങിപ്പെടുമ്പോൾ ആ വ്യക്തിയെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വെറുക്കപ്പെട്ടവനായി മാറും. ജനതകളാൽ നിന്ദിക്കപ്പെട്ടവനും സമൂഹം അവനെ നിന്ദിക്കും. കാരണം ദൈവിക ശുശ്രൂഷ പ്രതിഫലം ലഭിക്കുന്ന ഒന്നല്ല. പ്രതിഫലം ലഭിച്ചേക്കാം, എന്നാൽ അതിനു വേണ്ടിയുള്ള പ്രതിഫലത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയല്ല. ജനത്തിൻ്റെ കാഴ്ചയിൽ അവൻ്റെ സമയം അവൻ പാഴാക്കി കളയുകയാണ്. അധ്വാനിച്ച് നേടേണ്ട കാലഘട്ടത്തിൽ അധ്വാനിക്കാതെ ദൈവിക ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് മൗഢ്യമായി കാണുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹമാണ് ഇവനെ നോക്കി പറയുക, നിന്ദിക്കപ്പെട്ടവനാണ്, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവൻ, ഭരണാധികാരികളുടെ ദാസൻ. അവനെ പലരും ഭരിക്കുകയാണ്. ആ ഭരണത്തിലും അവന് യാതൊരു ക്ലേശവുമില്ല. കണ്ണു നിൽക്കുന്നവർക്ക് വളരെ ക്ലേശമുണ്ട്. ഭരണാധികാരികളാൽ ക്ലേശിക്കപ്പെടുന്ന വ്യക്തിയോട് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. വെറുക്കപ്പെട്ടവൻ, ജനതകളാൽ നിന്ദിക്കപ്പെട്ടവൻ, ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമാണ്. പ്രൈസ് ലോർഡ്. ദൈവമാണ് എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത്. ആരാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്, വിമോചകനാണ്. അവിടുന്ന് നിന്നെ വിളിച്ച് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശുദ്ധനുമായ കർത്താവ് നിമിത്തം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും എന്താണ് വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം നിന്നെ കാണുമ്പോൾ
രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. വെറുക്കപ്പെട്ടവനാണ്, നിന്ദിതനാണ്, ഭരണാധികാരികളുടെ ദാസനായി നിന്നെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം നിന്നെ കാണുമ്പോൾ രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയാൽ നിന്നെ സകലരും, വെറുക്കപ്പെട്ടവരെല്ലാം പിന്നീട് നിന്നെ മാനിച്ചു തുടങ്ങും. പ്രഭുക്കന്മാർ നിന്നെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാർ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാനോ പ്രഭുക്കന്മാരെ നിന്നെ കാണുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കണമെന്നൊരാഗ്രഹമൊന്നും ശുശ്രൂഷകന് ആവശ്യമില്ല. ദൈവം ചില അടയാളങ്ങൾ കാണിച്ചു തരികയാണ്. നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൻ്റെ തെളിവായി നമ്മൾ കാണുക. അവിടെ അഹങ്കാരമല്ല, എളിമയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.